Hi guys, welcome back to my channel LJ Tech and Travelgram. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബീറ്റ്സിന്റെ ഏറ്റവും പുതിയ ഹെഡ്സെറ്റ് ആയ പവർ ബീറ്റ്സ് പ്രോ 2 ആണ്. സമയം കളയാതെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. സോ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇത് ആക്ച്വലി ബീറ്റ്സിൻ്റെ 5th ജനറേഷൻ ഹെഡ്സെറ്റ്സ് ആണ്. കഴിഞ്ഞ ജനറേഷൻ റിലീസായത് 2019 ഞാൻ മേടിച്ചത് ബ്ലാക്ക് കളറിലുള്ള ഹെഡ്സെറ്റ് ആണ്. വേറെ കളർ വേരിയൻ്റ് ഉള്ളത് പർപ്പിൾ ഉണ്ട്, പിന്നെ ഓറഞ്ച് ആൻഡ് ദെൻ ഒരു ക്വിക്ക് സാൻഡ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഷാർപ്പ് എഡ്ജസ് ആയിരുന്നു ബഡ്സിന് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ഡിസൈനിൽ റൗണ്ട് എഡ്ജസ് ആയിട്ടുണ്ട്. അതുകൂടാതെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് ആയിട്ട് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ, പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് ജനറേഷനിലെ ചാർജിങ് കേസിന് ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും ഈ പ്രാവശ്യത്തെ ചാർജിങ് കേസ് ഓൾമോസ്റ്റ് ലൈക്ക് 33% സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേന് ഒത്തിരി ബൾജിയായിട്ട് ഫീൽ ആകത്തില്ല. പിന്നെ ബാക്കിയുള്ള ബോക്സ് നോക്കുമ്പോൾ ആസ് യൂഷ്വൽ ഡോക്യുമെന്റേഷൻ, പിന്നെ 4 സൈസിലുള്ള ഇയർ ടിപ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ജനറേഷനിലും അവരത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബീറ്റ്സിൻ്റെ ഒരു സ്റ്റിക്കറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ബീറ്റ്സ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. സോ നമുക്ക് കേസ് തുറന്ന് നമുക്ക് ഈ പ്രാവശ്യത്തെ ബഡ്സ് നോക്കാം. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ നല്ല റൗണ്ട് എഡ്ജസ് ആണ് ഈ പ്രാവശ്യം കൊടുത്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഒരു മാറ്റി. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ANC ഉണ്ട്, പിന്നെ ട്രാൻസ്പെറൻസി മോഡ് അതുണ്ട്, പിന്നെ ഹെഡ് ട്രാക്കിംഗ് ഉണ്ട്, പിന്നെ സ്പേഷ്യൽ ഓഡിയോ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മേജർ ഒരു ഫീച്ചർ അവർ കൊണ്ടുവന്നേക്കുന്നത് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെഡ്മിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവത്തിൽ കാണാം, ലൈക്ക് ഹാർട്ട് റേറ്റ് കാണാം. സോ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് അതുമായിട്ട് ട്രെഡ്മിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ ഇതിൻ്റെ സെൻസർ വഴി ഹാർട്ട് റേറ്റ് ട്രെഡ്മിലേക്ക് കാണിക്കും. അതുകൂടാതെ നിങ്ങളുടെ ഫോണിൽ ആണ് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത്. ഫോണിൽ ഇപ്പം ഒരു ഹെൽത്തിൻ്റെ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ആപ്പിൾ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഔത്തിൽ കാണിക്കും, ലൈക്ക് ഹാർട്ട് റേറ്റ് ഔത്തിൽ കാണിക്കും. ബീറ്റ്സിൻ്റെ ആപ്പിൽ അങ്ങനത്തെ ഒരു ഫീച്ചർ ഞാൻ കണ്ടില്ല. മേ ബി അവർ ഇനി ഫ്യൂച്ചറിൽ ആഡ് ചെയ്യുമായിരിക്കും. സോ അതൊരു നല്ലൊരു ഫീച്ചറാണ്. ഇപ്പം നിങ്ങൾ അങ്ങനെ ഹാർട്ട് റേറ്റ് ഒക്കെ ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതൊരു നല്ലൊരു ഫീച്ചറാണ്. ഇപ്പം സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിലും അത്യാവശ്യം ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്നേ പറയുള്ളൂ. അല്ലാതെ സ്റ്റുഡിയോ ലെവൽ ഹൈ ക്വാളിറ്റി സൗണ്ട്സ് ഒന്നും ഈ ഹെഡ്ഫോൺസിൽ നിന്ന് കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു വർക്കൗട്ടിന് വേണ്ടിയുള്ള ഹെഡ്സെറ്റ് ആണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഫിസിക്കൽ ബട്ടൺസ് അവർ കീപ്പ് ചെയ്തു. അല്ലാതെ സാംസങ്ങിലെ ആപ്പിളിൻ്റെ പോലെ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ബട്ടൺസ് അവർ കൊണ്ടുവന്നിട്ടില്ല. ആക്ച്വലി അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി നമ്മൾ വിയർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ അത് രജിസ്റ്റർ ആവത്തില്ല, നമ്മൾ ടച്ച് ചെയ്യുമ്പം പാട്ട് മാറ്റുന്ന അങ്ങനത്തെ സംഭവം. സോ ഇതാകുമ്പം ഫിസിക്കൽ ബട്ടൺസ് തന്നെ ഉണ്ട്. സോ നമുക്കറിയാം, ലൈക്ക് 1 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്, ഡബിൾ ടാപ്പ് ആണെങ്കിൽ പാട്ട് മാറ്റാം, നെക്സ്റ്റ് സോങ്, അല്ലെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ആണെങ്കിൽ പ്രീവിയസ് സോങ്ങിലോട്ട് പോകുന്നു. സോ നമുക്ക് തന്നെ അറിയാം. സോ ആ ഒരു കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവരത് കീപ്പ് ചെയ്ത് ഇനിയും നെക്സ്റ്റ് മോഡൽ ഇനിയും എന്തായിരിക്കും എന്ന് അറിയത്തില്ല. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ബഡ്സിലുള്ള പോലെ ട്രാൻസ്പെറൻസി മോഡും ഉണ്ട്. സോ നിങ്ങളിപ്പം ഫ്രണ്ട്സുമായിട്ട് വർക്കൗട്ട് ചെയ്യാണ്, നിങ്ങൾക്ക് പാട്ടും കേൾക്കണം, നിങ്ങൾ അവരോട് സംസാരിക്കുക, അതും കേൾക്കണം. സോ ആ ഫീച്ചർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ എയർപോഡ്സ് 2 സെയിം ചിപ്പാണ്, H2 ചിപ്പാണ് ഇതിലും യൂസ് ചെയ്തേക്കുന്നത്. എയർപോഡ്സ് 2 പോലെ 3 മൈക്സ് ആണ് ഇതിലും വന്നേക്കുന്നത്. സോ നിങ്ങളിപ്പം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഓടിക്കൊണ്ടൊക്കെ സംസാരിക്കുവാണെങ്കിലും അങ്ങനെ കോൾ ഡ്രോപ്പ് ആവുന്ന, അങ്ങനത്തെ വോയിസ് ഡ്രോപ്പ് ആവുന്ന അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് പറയുകയാണെങ്കിൽ ചാർജിങ് കേസ് 45 hours, പിന്നെ ഈച്ച് ഇയർബഡ് ഒരു 10 മണിക്കൂറിൻ്റെ കണ്ടിന്യൂസ് പ്ലേ ബാക്ക് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അത് ലൈക്ക് 1.5 മണിക്കൂർ ഒക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് കിട്ടും, ഫുൾ ചാർജ് ആവും. വയർലെസ് ചാർജിങ് കൊണ്ടുവന്നേക്കുന്ന ആദ്യത്തെ ഇയർബഡ്സിൻ്റെ കേസാണിത്. സോ ഇതിൻ്റെ പ്രീവിയസ് മോഡലിൽ അങ്ങനത്തെ വയർലെസ് ചാർജിങ് ഫീച്ചർ വന്നിട്ടില്ല. സോ ഈവൻ ഇപ്പം നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചാർജ് എടുത്തില്ലേ പോലും ഫോണിൽ ചാർജ് ഉണ്ട്. ഇതിൻ്റെ ചാർജ് തീർന്നെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ പവർ ഷെയർ ചെയ്ത് നമുക്ക് ചാർജ് ആക്കാം. സോ അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. ഇതിൻ്റെ പഴയ മോഡൽസിൽ അതില്ലായിരുന്നു. ഇതാണ് ആദ്യത്തെ മോഡൽ അങ്ങനെയുള്ളത്. IPX4 റേറ്റിംഗ് ആണ് ഇത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഴയത്തൊക്കെ നിങ്ങളിപ്പം വർക്കൗട്ട് ചെയ്യുവാണ്, മഴയത്തൊക്കെ നിങ്ങൾ ഓടാൻ പോവുകയാണ്, അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല ഇത്. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം വേർപ്പ് ഇവത്തെ പറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളം കയറി അങ്ങനത്തെ ഒരു കുഴപ്പം പറ്റത്തില്ല. സോ അതൊരു പ്ലസ് പോയിന്റ് ആണ്. സോ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങളിപ്പം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളാണ്, ഇപ്പം നിങ്ങൾ ഓടാനൊക്കെ പോകുന്ന ആളാണെങ്കിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന എയർപോഡ്സ് അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ബഡ്സ് ആണ്, അത് കുറച്ചങ്ങോട്ട് നല്ല മൂവ്മെൻറ്റ് വരുമ്പോഴത്തേന് ചെവിന്ന് നിങ്ങൾ പോലും അറിയാതെ പോവും, പിന്നെ അത് നോക്കി കിടക്കണം. അങ്ങനെയുള്ളവർക്ക് ഇത് ഏറ്റവും നല്ലതാണ്. കാര്യം വൺസ് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഊരി പോരത്തില്ല.
നല്ല ടൈറ്റ് ഗ്രിപ്പായിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചിലരുടെ വലിയ ചെവി അതിനുള്ള ഇയർ ടിപ്പും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാനിത് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും. വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്ത്. US $249 ആണ് ഇപ്പോൾ ഇതിൻ്റെ വില. പിന്നെ ഓരോ സ്റ്റേറ്റിലെ ടാക്സ് അനുസരിച്ച് കൂടും. ന്യൂയോർക്കിലാകുമ്പം $272 ആണ് ഓൾ ടുഗെദർ. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അൺബോക്സിങ് ആൻഡ് ട്രാവൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ മറ്റൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.